ഹായ്. അപ്പം ഇന്ന് വ്യാഴാഴ്ച ബുധനാഴ്ച എനിക്ക് ക്ലാസ്സില്ല, എൻ്റെ റൂമിലുള്ളവർക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ക്ലാസ്സിന് പോയി. അപ്പം ഞാൻ കരുതി എന്തായാലും ഇവിടെ ഇനി നേരം കളയണമല്ലോ, ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും വീഡിയോ എടുത്താലോ. അങ്ങനെ ഞാൻ കുറേ കണ്ടൻറ്റ് എൻ്റെ മനസ്സിൽ ഒഴുകി എത്തിയാനൊന്ന് ക്ലിക്ക് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഈ എക്സാമും അതും നാട്ടിപ്പോക്കും തിരിച്ചു വരലും എല്ലാം ആയിട്ട് മുഖമൊക്കെ ഭയങ്കര ഡല്ലായി. ഞാനൊന്ന് നമുക്ക് സ്ക്രീൻ കെയർ ചെയ്താൽ ഫുള്ള് നാച്ചുറൽ സാധനങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഫേസ് ഒന്ന് മസാജ് ചെയ്യാം. ഇതുകൊണ്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ തന്നൊരു എണ്ണയാണ്. ഇത് തേച്ചാൽ നമ്മൾ ഫേസിൽ എൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി ഗൈസ്. ഇത് തേച്ചാൽ മുഖം കുറച്ചും കൂടി എന്താ പറയുക, മാറ്റം വരും, നല്ലൊരു ചേഞ്ച് വരും. ഇത് ഇട്ടാൽ തന്നെ നമുക്കൊരു ചേഞ്ച് വരുന്ന പോലത്തെ ഒരു എണ്ണയാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാം, മസാജ് ചെയ്യാം. വെളിച്ചെണ്ണ ഇത്തിരി എടുക്കണമല്ലോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം ഇപ്പോഴും ശരിയായിട്ടില്ല. ഞാനുള്ള വെളിച്ചെണ്ണ മുഴുവൻ മൂത്ത് വെച്ചിട്ട് ഇത് കളയാൻ ഞാൻ ഇനി വെള്ളം വേറെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വേറെ കൈ ഇങ്ങനെ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഓയിൽ ഫേസിന് അത്ര നല്ലതല്ല, പിമ്പിൾസ് വരും. എൻ്റെ മൂത്തല്ലേ ഇപ്പോൾ പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എനിക്ക് മണം ഇഷ്ടമല്ല. നോക്കിയിട്ട് ടെക്നിക്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഭയങ്കര നാളിരിക്കണം. എൻ്റെ പണ്ടത്തെ ഫേസ് വല്ല വാർന്ന ഫേസ് ആയിരുന്നു കേട്ടോ. എനിക്കതാ ഇഷ്ടം. എൻ്റെ അമ്മയുടെ ഫേസും അങ്ങനെ തന്നെ. പക്ഷെ ഇതെങ്ങനെയായെന്ന് എനിക്കറിയില്ല. അച്ഛമാണ് ഞാൻ ഇങ്ങനെ സോപ്പിട്ടൊക്കെ പോകും കഴുകണോണ്ടാന്നാ പറയാ. എന്താണെന്നറിയത്തില്ല, ഇതിഷ്ടമല്ല. അപ്പം ഞാൻ കുറേ മസാജും എക്സസൈസൊക്കെ ചെയ്തു മാറാം. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെയൊന്നും ആരും എൻ്റെ വീഡിയോ കണ്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഇതൊക്കെ എൻ്റെ മാത്രം തിങ്സാണ്. ഇത് മറ്റുള്ളവർക്ക് വർക്കാവുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വർക്കാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ഒരു ബ്യൂട്ടി വ്ളോഗറും അല്ലല്ലോ. ഇവിടെ വന്നാൽ നമ്മളെ ഫേസ് വേറൊരു ടെക്സ്റ്റാണ് ഫേസിൽ. നാട്ടിൽ പോയാൽ വേറൊരു ടെക്സ്റ്റാണ്. അല്ല അവസ്ഥയാണ് കേട്ടോ. അപ്പം എനിക്ക് നാട്ടിലത്തെ ഇതാണ് ഇഷ്ടം. എന്നാൽ ഇതൊരുമാതിരി വരണ്ട പോലെ മുഖം. എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും മാറാത്ത ബാംഗ്ലൂർ. മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊരു വാം ഫീൽ ഉണ്ടാവും കേട്ടോ. വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ വരണുണ്ടാവും. അത് തേച്ചിട്ട് ഈ വെളിച്ചത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ ഫേസ് ഗോൾഡൻ കളർ പോലെ ഇല്ലേ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇരുണ്ട പോലെ. അപ്പോൾ നമ്മൾ എണ്ണ വെച്ച് മസാജിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കും. കുളിച്ച് വന്നിട്ട് ബാക്കി സ്കിൻ കെയർ നോക്കാം. അപ്പോൾ അതാ കുളിയൊക്കെ പാസ്സാക്കി ഞാൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ ഫസ്റ്റ് മുഖം നന്നായി ക്ലീൻ ആക്കണം. അതുകൊണ്ടാണ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇടാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിടക്കാം. എന്താ ബഞ്ചാറാസിൻ്റെ മുൾട്ടാണി മിട്ടി, പിന്നെ കാപ്പിപ്പൊടി ഇത്രയുള്ളൂ. ഇത് കലക്കി തേക്കുക. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. എൻ്റെ അമ്മ പറയാറുണ്ട് ഗൈസ്, നമ്മളിങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് മറ്റുള്ളവരെ കണ്ടാൽ അതിൻ്റെ ഫലം കിട്ടില്ല എന്ന്. ഓരോരോ ബനാന ടോക്സ് 10 മിനിറ്റ് പിടിക്കാൻ വയ്ക്കാം. അങ്ങനെ ഇത് ഉണങ്ങി വന്നു കേട്ടോ. അപ്പം നമുക്കിത് കഴുകി ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം, അല്ലെങ്കിൽ ഫേസ് നല്ലോണം ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മുഖം ഡ്രൈ ആവും. എന്നിട്ട് മുഖം സോഫ്റ്റായ പോലെ തോന്നുന്നുണ്ട് തൊടുമ്പോട്ടോ. ചിലവരുടെ റെഡി ആവും, ചിലവരുടെ റെഡി ആവൂല എന്നാണല്ലോ. മുഖമൊക്കെ ഒന്ന് കൂളായ പോലെ ചേഞ്ച് ഉണ്ട് ഗൈസ്. ഇതെവിടെയൊക്കെ ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇത് വീഡിയോയിൽ എത്രമാത്രം കാണാൻ
പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടെത്തിളങ്ങണ് പവർ ഓഫ് മിൽട്ടാണ് മിൽട്ടി. ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയുമായി പിന്നെയും വരാം. See you.